മോദി സർക്കാർ പരീക്ഷ നടത്തിപ്പ് കരാർ നൽകിയതിൽ വൻ അഴിമതി. പരീക്ഷ നടത്തിപ്പ് കരാറുകൾ നൽകിയത് വിവിധ സംസ്ഥാനങ്ങൾ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനികൾക്ക്. ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരീക്ഷാ നടത്തിപ്പ് കമ്പനിയായ എഡ്യൂടെസ്റ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നരേന്ദ്രമോദി സർക്കാർ പൊതുപരീക്ഷാ നടത്തിപ്പ് ചുമതല നൽകിയത്. സംഘപരിവാർ ബന്ധമുള്ള കമ്പനിക്ക് കരാർ നൽകിയത് പ്രധാനമന്ത്രി ചെയർമാനായ CSIR സമിതി ആണ്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ജിൽബി. ഈ പരീക്ഷകളും നീറ്റും അടക്കമുള്ള ക്രമക്കേടുകളുടെ ഇടയിലാണ് ഒന്നുകൂടി പുറത്തെത്തുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അജിംഷാദ്, തീർച്ചയായും അതായത് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ മുഖം രക്ഷിക്കാനുള്ള നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നു. പ്രതിപക്ഷം ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നു ഇതിനെതിരെ. ഇതിനോടൊക്കെ ഇടെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ മോദി സർക്കാർ ഈ പരീക്ഷാ തട്ടിപ്പുകളിൽ അഴിമതി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പ്രമുഖ ഓൺലൈൻ മാധ്യമമായ ദ വയറിന്റെ അന്വേഷണത്തിലെ അല്ലെങ്കിൽ അവരുടെ അന്വേഷണാത്മകമായ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ പൊതു പരീക്ഷകൾ നടത്തുന്നത് അതിന്റെ ഒരു കമ്പനിയായ എഡ്യൂടെസ്റ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് പല സംസ്ഥാനങ്ങളും കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയാണ്. കാരണം ഏറ്റവും ഒടുവിലായിട്ട് UP-യിലെ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷ നടത്തിപ്പിൽ പോലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ചോദ്യപേപ്പർ ചോർന്നിരുന്നു. അതുപോലെ തന്നെ ബീഹാറിലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾ ഒക്കെ നടത്തിയതിൽ, അതായത് ഈ അടുത്ത ഇടയെല്ലാം ഈ കമ്പനി നടത്തിയ പരീക്ഷകളിലെല്ലാം വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരുന്നത്. ഇതിൽ പോലീസ് അന്വേഷണം നടത്തുകയും ഈ 2017 ബീഹാറിൽ നടന്ന ഈ അഴിമതിയിൽ ഈ കമ്പനിയുടെ എഡ്യൂടെസ്റ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ വിനീത് ആരി ഇത്തരത്തിൽ ജയിലിൽ കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന സുരേഷ് ചന്ദ്ര ഈ സംഘപരിവാറിന്റെ നേതാവാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത ബന്ധമുള്ളയാളാണ്. ഇയാളുടെ പരിപാടികളിലൊക്കെ പ്രധാനമന്ത്രി പങ്കെടുക്കാറുമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഈ പരീക്ഷാ നടത്തിപ്പിലൊക്കെ ഈ കമ്പനിയിൽ നിന്നിട്ട് പോലും ഇപ്പോഴും ഈ കമ്പനിക്ക് പരീക്ഷാ നടത്തിപ്പിനുള്ള കരാറുകൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സമിതി CSIR ആണ് ഇവർക്ക് പ്രധാനമായിട്ടും ഈ പരീക്ഷാ നടത്തിപ്പുകൾക്ക് കരാറുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഈ ക്രമക്കേടുകൾ പുറത്തു ഈ UP കോൺസ്റ്റബിൾ പരീക്ഷയാണ്. അത് ചോദ്യപേപ്പർ ചോർന്നതിൽ റദ്ദാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ നിലനിൽക്കുന്നു. അതിനിടെ മറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലും ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ഇവർക്ക് തന്നെ ഇത്തരത്തിൽ ഈ കമ്പനിക്ക് ഇത്തരത്തിൽ അല്ലെങ്കിൽ പരീക്ഷ നടത്താനുള്ള കരാറുകൾ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിന് കാരണമായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ സ്ഥാപകൻ പ്രധാനമായി പരിവാർ നേതാവാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള അടുത്ത ബന്ധം അതുതന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം നേരത്തെയും പല ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ഇപ്പോൾ ഈ സുരേഷ് ചന്ദ്ര ആര്യ, പ്രസിഡന്റ് ഓഫ് ഹിന്ദു ഓർഗനൈസേഷൻ, ഈ വയറ് തന്നെ പറയുന്ന പദ്ധതികൾ പ്രകാരം നേരത്തെയും ഈ കമ്പനി കരിമ്പട്ടികയിൽപ്പെട്ടതാണ്. നേരത്തെയും ക്രമക്കേട് നടത്തിയതാണ്. ഗുജറാത്ത് ആസ്ഥാനമായി തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും UP-യിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിന് പുറത്ത് ഉള്ള മേഖലകളിൽ ഗുജറാത്ത് കേന്ദ്രീകൃതമായ പല കമ്പനികൾക്കും അനധികൃതമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന വാദം തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ UP-യിൽ ഉയർന്നതാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവവികാസങ്ങളുടെ തുടർച്ചയാണ് ഈ അഴിമതിയുടെ വ്യാപ്തിയെ സംബന്ധിച്ച് ബോധ്യമാക്കുന്നത്. ജിൽബി. തീർച്ചയായും അജിംഷാദ്, കാരണം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത്. അതായത് ബീഹാർ, UP മാത്രമല്ല മറ്റ് പല സംസ്ഥാന സർക്കാരുകളും ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുന്നതാണ്. വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് ഇവർ നടത്തിയിരിക്കുന്ന ഈ പരീക്ഷകളിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും അവർ പരീക്ഷ നടത്താനുള്ള കരാറുകൾ നൽകുന്നു, ചോദ്യപേപ്പർ അടിക്കാനുള്ള അനുമതി നൽകുന്നു എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു അഴിമതിയുടെ വ്യാപ്തിയെ മനസ്സിലാക്കുന്നതും പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയാണ് ഇത്തരത്തിൽ വീണ്ടും കരാറുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇപ്പോൾ നമുക്ക് ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടും കൂടെ എടുത്തു പറയേണ്ടത്. കാരണം അതിൽ കൂടി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നു വന്നു. കാരണം 2017 ഇത്തരത്തിൽ മോദി സർക്കാർ ഈ NDA എന്നുള്ള ഏജൻസി തുടങ്ങുകയും അതിന്റെ കീഴിൽ ഇത്തരത്തിൽ ഈ പരീക്ഷകളൊക്കെ നടത്തുകയും
തുടങ്ങിയത്. അതിനൊക്കെ പിന്നാലെ ഇപ്പോൾ ഈ പരീക്ഷാ ക്രമക്കേടുകളൊക്കെ ഉയർന്നു വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ പരീക്ഷകളുടെയൊക്കെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം എത്രത്തോളം ഒരു പരീക്ഷ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് അവിടെ ചോദ്യം ചെയ്തു. പ്രധാനമന്ത്രിക്ക് താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ അനുയായികൾക്ക് ഇത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ ഈ വിദ്യാഭ്യാസത്തിലും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിലെല്ലാം ശ്രദ്ധേയമായത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മോദി സർക്കാർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ചന്ദ്രയുടെ മകൻ വിനീത് ആര്യ ജയിലിൽ പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല UP-യിലെ നേരത്തെ ഉണ്ടാകുന്ന പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റിലും ക്രമക്കേടുകൾ നടത്തി, അതായത് അതിൻ്റെ ചോദ്യപേപ്പർ അടക്കം ലീക്ക് ചെയ്തു എന്ന വിവരവുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിക്കെതിരെ അലിഗേഷനുണ്ട്. ഇത്രയേറെ പ്രാധാന്യമുള്ള, ഇത്രയേറെ കരിമ്പട്ടികയിൽപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിക്ക്, കുപ്രസിദ്ധമായൊരു കമ്പനിക്കാണ് ഇത്രയേറെ വിവാദങ്ങൾക്ക് ശേഷവും ഇങ്ങനെ കരാറുകൾ നൽകുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത്. ജിൽബി, തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം എന്തുകൊണ്ട് ഇത്രയും ക്രമക്കേടുകൾ അല്ലെങ്കിൽ അത്രയും ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടും ഈ കമ്പനിക്ക് വീണ്ടും കരാറുകൾ നൽകുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് അവിടെ ഉയർന്നു വരുന്നത്.